ഹായ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ മീൻകറിയാണ്. കുടംപുളിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള നല്ല നാടൻ മീൻകറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമുക്ക് മീൻകറി തയ്യാറാക്കാനായിട്ട് നമ്മളൊരു മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. മൺചട്ടിയാണ് എപ്പോഴും മീൻകറി വെക്കാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ മൺചട്ടി വെച്ചതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ടൊന്ന് നമ്മൾ മൂപ്പിച്ചെടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത്. ഉലുവ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് രണ്ടും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ച മണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. നല്ല രീതിയിലൊന്ന് ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിത് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറിയുള്ളി ഏകദേശം ഒരു 10 പീസോളം ചെറിയുള്ളി കട്ട് ചെയ്തതാണ് ഇപ്പോൾ ഞാനിതിൽ എടുത്തിരിക്കുന്നത്. 1 കിലോ ഫിഷാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ചൂര മീനാണ് കേട്ടോ നമ്മളിവിടെ കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 10 പീസോളം ചെറിയുള്ളി നല്ല രീതിയിൽ കട്ട് ചെയ്ത് അതും നല്ല രീതിയിലൊന്ന് വഴറ്റി അതിലേക്ക് നമ്മൾ കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഞാനിവിടെ ഉപയോഗിക്കുന്ന പൊടികൾ എന്ന് പറയുന്നത്, മസാല പൊടികൾ എന്ന് പറയുന്നത് കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ മല്ലിപ്പൊടി, അതുപോലെ കുറച്ച് ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി. ഇത് മൂന്നും കൂടെ കുറച്ച് വെള്ളത്തിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. പച്ചമണമൊക്കെ പോകുന്നവരെ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റാം. വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മീൻ ഇട്ടതിന് ശേഷം നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുടംപുളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കിതിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കുടംപുളി ആഡ് ചെയ്യാം. ഒരു 5-6 പീസ് കുടംപുളി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാൻ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നമ്മളെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് കുറച്ചൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതുകൂടാതെ എല്ലാ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ബെല്ലൈക്കൺ കൂടി